ഹലോ, നമ്മളിപ്പോൾ മലാക്ക ഹിൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലാക്ക ഹിൽ അഥവാ സെയിൻറ്റ് പോൾസ് ഹിൽ എന്ന് ഇത് അറിയപ്പെടാറുണ്ട്. ഡച്ച് സ്ക്വയറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഇവിടേക്കുള്ളൂ. മലാക്കൻ ഡിസ്ട്രിക്റ്റിലെ തന്നെ വൺ ഓഫ് ദി അട്രാക്റ്റീവ് ഹിസ്റ്റോറിക് പ്ലേസസ് ആണിത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ ആർക്കിടെക്ചറായ സെയിൻറ്റ് പോൾസ് ചർച്ച് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലത്ത് നിർമ്മിച്ച സ്റ്റെപ്സാണ് ഈ കാണുന്നത്. പിന്നീട് പുതുക്കി പണിതപ്പോൾ ചെയ്തതാണ് ഈ റെഡ് കളറിലുള്ളത്. തൻ്റെ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഈ ചർച്ച് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 400-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിച്ച് പിറ്റേ ദിവസം തന്നെ മരച്ചില്ല വീണ പ്രതിമയുടെ വലത് കൈ നഷ്ടമായി. പിന്നീട് അത് കൂട്ടിച്ചേർക്കാൻ സാധിച്ചിട്ടില്ല. ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് ബെൽ ടവർ. ആയിരത്തി 1521 നിർമ്മിച്ച ഈ പോർച്ചുഗീസ് ചർച്ചിന് ഇപ്പോൾ അവശേഷിക്കുന്നത് ശവകുടീരങ്ങളും ബെൽ ടവറും മാത്രമാണ്. ഈ ചുവരുകളിൽ നിരത്തിയിരിക്കുന്ന ഡച്ച് ടൂം സ്റ്റോൺസിൽ പോർച്ചുഗീസ്, ഇംഗ്ലീഷ് ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. 1641 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ഇതിനെ ഫോർട്രസ് ആയി യൂസ് ചെയ്യാൻ തുടങ്ങി. 1552 ചൈനയിലെ ഒരു ഐലൻഡിൽ മരണപ്പെട്ട സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം 1553 ഈ ചർച്ചിൽ കൊണ്ടുവന്ന് ഇവിടെയാണ് അടക്കം ചെയ്തത്. 9 മാസത്തിനു ശേഷമാണ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം ഇവിടെ നിന്ന് ഗോവയിലേക്ക് മാറ്റുന്നത്. ചർച്ചിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ഡച്ച് ഗ്രേവ്യാർഡ്. ചർച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ് 15th സെഞ്ച്വറിയിൽ പോർച്ചുഗീസ് നിർമ്മിതമായ എഫമോസ കോട്ടയുടെ പിന്നിലുള്ള കവാടം. കോട്ടയുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ച പോർച്ചുഗീസ് കാനൺസ് ആണ് ഇതൊക്കെ. പോർച്ചുഗീസ് വേർഡായ എഫമോസ മീൻസ് ദ ഫേമസ്. പിന്നീട് മലാക്ക കീഴടക്കിയ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഈ ഫോർട്ട് നശിപ്പിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ അബൌട്ട് മലാക്ക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.